ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു കല്യാണത്തിന് പോയപ്പോഴ് കല്യാണത്തിന്റെ ചടങ്ങെല്ലാം കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോന്നപ്പോ ഞങ്ങൾ കുറെ പേര് ഒരുമിച്ച ഇറങ്ങിപ്പോന്നത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ പറയായിരുന്നു, ആ കല്യാണത്തിന് നടത്തിയ വരന്റെ വീട്ടുകാരുടെ പെരുമാറ്റം എത്ര നല്ല ഭംഗി, സൗമ്യതയില്, സ്നേഹത്തില്, നല്ല സന്തോഷമായിട്ട് അവര് വന്ന് സ്വീകരിക്കുകയും അവര് നമ്മളെ ആനയിച്ചു കൊണ്ടുപോയി ഭക്ഷണത്തിന് ഇരുത്തുകയും ഒക്കെ. അവിടെ എല്ലാവർക്കും അതൊരു പൊതുവേ ഒരു നല്ല അഭിപ്രായം ഉണ്ടായി. ആ വീട്ടുകാരുടെ പെരുമാറ്റം ഒത്തിരി നല്ലതായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ചില മനുഷ്യരെ നമ്മൾ വിധിച്ചു പോകും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരെയും വിധിക്കരുതെന്ന്. പക്ഷെ നമ്മൾ അറിയാതെ ചിലപ്പോൾ ചെയ്തു പോകുന്ന ഒരു പാവം അത്. കാരണം ചിലരുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് തന്നെ അസ്വസ്ഥതയുണ്ടാവും. അവരുടെ പെരുമാറ്റം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളില് അവരോടൊരു അവജ്ഞ അല്ലെങ്കിൽ അവരോടൊരു വെറുപ്പ് തോന്നത്തക്ക രീതിയിൽ അവരുടെ പെരുമാറ്റം നമ്മൾ കാണാൻ ഇടയാകുന്നുണ്ട്. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ മറ്റുള്ളവരുടെ പെരുമാറ്റം മോശമായി കണ്ടാൽ പോലും അവരെ നമ്മൾ വിധിക്കരുത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയേ ചെയ്യുള്ളൂ. കാരണം ഈശോ നമുക്ക് ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഈശോ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം എടുക്കാം. അതില് 31 വചനത്തിൽ ഇങ്ങനെ പറയുന്നു, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുകയും. അപ്പൊ ഈ വചനത്തിന്റെ അർത്ഥം നമ്മളൊന്ന് ഗ്രഹിക്കണം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ അങ്ങോട്ട് ചെയ്യണം. അപ്പൊ അവരിങ്ങോട്ട് പെരുമാറാൻ നമ്മൾ നോക്കിയിരിക്കരുത്. അതിനു മുന്നമേ തന്നെ നമ്മൾ അങ്ങോട്ട് പെരുമാറണം. ഭർത്താവ്, ഒരു ഭാര്യ ചിന്തിക്കുകയാണ്, എന്റെ ഭർത്താവ് എന്നോട് സ്നേഹമായിട്ട് പെരുമാറണം, എന്നോട് ഏറ്റവും നല്ല കരുതലോടെ സ്നേഹത്തോടെ പെരുമാറണം, എന്നോട് അങ്ങനെയുള്ള വർത്താനം പറയണം, അല്ലെ അതുപോലെയൊക്കെ ആകണം സ്നേഹപ്രകടനം എന്നൊക്കെ ആഗ്രഹിക്കും. അത് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങോട്ട് പെരുമാറട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ ഈശോ പറഞ്ഞത്, നീ എന്ത് മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നു, അപ്പൊ ഈ ജീവിത പങ്കാളിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് ആദ്യം ചെയ്യണം. അപ്പൊ ഭർത്താവിനോട് സ്നേഹമായിട്ട് അങ്ങോട്ട് പെരുമാറണം ആദ്യം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അല്ലെ, അമ്മായിയും സ്നേഹത്തോടെ ഇങ്ങോട്ട് എന്റെ മോളേന്നൊന്ന് വിളിക്കണമെന്ന് മരുമോൾ ആഗ്രഹിക്കുക. അപ്പൊ ഈശോ പറഞ്ഞ എന്താ, മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ മകൾ ആഗ്രഹിക്കണം, അമ്മായിയമ്മ എന്നോട് നല്ല സ്നേഹമായിട്ട് പെരുമാറണം. അപ്പൊ ഈശോ ആഗ്രഹിക്കുന്ന എന്താ, ഈ മരുമകൾ ആദ്യം അമ്മായിയമ്മയോട് സ്നേഹമായിട്ട് പെരുമാറണം. അപ്പൊ ആ സ്നേഹം കണ്ടും കേട്ടും ഒരുപക്ഷെ ആദ്യം അവർ അംഗീകരിച്ചെന്ന് വരില്ല, പക്ഷേ ദൈവിക ശക്തി അവരിലേക്ക്. കാരണം വചനം ദൈവമാണ്. വചനം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1 നമ്മൾ വായിക്കുമ്പോൾ അറിയുന്നുണ്ട്. അപ്പൊ ഈ വചനം ദൈവത്തിന്റെ ശക്തിയാണ്. ആ ശക്തിയുള്ള വചനം നമ്മള് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുക, കർത്താവ് പറഞ്ഞത് അനുസരിക്കുക. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നു അങ്ങനെ അങ്ങോട്ട് പെരുമാറണം. മക്കള് നമ്മളോട് സ്നേഹമായിട്ട് അല്ലെ അവര് റെസ്പെക്ട് ചെയ്ത് നമ്മളോട് ഇടപെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആദ്യം ആ കുഞ്ഞുങ്ങളെ കരുതണം. നമ്മളെ പോലെ തന്നെ കരുതുകയും സ്നേഹിക്കുകയും ആ നല്ല രീതിയിലുള്ള പെരുമാറ്റം മക്കൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് മക്കൾ ആ പെരുമാറ്റം കണ്ടുപഠിക്കുകയും അവരുടെ വളർച്ചയുടെ എല്ലാ മേഖലകളിലും അവരെവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം ഈ പേരൻസിൽ നിന്ന് കിട്ടിയ ആ പെരുമാറ്റം അവര് കാണിക്കുകയും അവരുടെ നല്ല പെരുമാറ്റം കാണുമ്പോൾ മക്കളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറുകയും ചെയ്യും. അപ്പൊ നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ വ്യക്തിത്വം പ്രകടമാക്കുന്നത് നമ്മുടെ പെരുമാറ്റം. അപ്പൊ പെരുമാറ്റം കാണുമ്പോഴാണ് നമ്മൾ പുറമെ ചില വ്യക്തികളെ കുറിച്ച് അഭിപ്രായങ്ങൾ നല്ലതും പറയാം, ചീത്തയും പറയാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ പെരുമാറ്റം നമുക്ക് ഈശോ എന്താണോ പറഞ്ഞു തന്നിരിക്കുന്നത് ആ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ നമ്മളോട് യോഹന്നാന്റെ സുവിശേഷം 14:23 പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവന്റെ വചനം പാലിക്കും. അപ്പൊ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറയുന്നുവെങ്കിൽ ഞാന് ദൈവത്തിന്റെ വചനം അനുസരിക്കണം. അപ്പൊ ഈശോയുടെ വചനമാണ് നിങ്ങൾ മറ്റുള്ളവർ എങ്ങനെ നിങ്ങളോട് പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് അങ്ങോട്ട് പെരുമാറുവേ. അപ്പൊ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ പെരുമാറ്റത്തില് കർത്താവിന്റെ വചനം അനുസരിച്ചാണോ ഞാൻ പെരുമാറുന്നതെന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഓരോ ദിവസവും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, വചനം അനുസരിച്ച് ജീവിക്കണം. കാരണം നമ്മളെല്ലാം സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാ. ആരാ സ്വർഗത്തിൽ പോകുന്നതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 7:21 പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക.
നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ? ഈശോയുടെ ഇഷ്ടം വചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വചനം അനുസരിച്ച് പെരുമാറുവാനും സംസാരിക്കുവാനും ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയ്ക്ക് നന്ദി.